പട്ട്. ക്യൂൻ ഓഫ് ടെക്സ്റ്റൈൽ ഫൈബർ എന്നാണ് പട്ട് അറിയപ്പെടുന്നത്. ചൈന. ലോകത്ത് പട്ട് ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ 1/3 ചൈനയിൽ നിന്നാണ്. റീലിംഗ് ഒരു പ്രോസസ്സാണ്. അതായത് കൊക്കൂണിൽ നിന്നും നൂലെടുക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് റീലിംഗ്. അതായത് പ്യൂപ്പ ആയതിനു ശേഷം അതിൽ നിന്നും നൂല് എടുക്കുന്ന പ്രക്രിയ. പ്രോട്ടീൻ അടങ്ങിയൊരു നാരാണ് പട്ട്. കൾട്ടിവേറ്റഡ് സിൽക്ക്. മൾബറി തിന്നു വളരുന്ന പുഴുക്കളിൽ നിന്നും എടുക്കുന്ന പട്ടാണിത്. ടെസാപ്പട്ട്, മൃഗാപ്പട്ട്, ചെമ്പകം. ഇവ മറ്റിലകൾ തിന്നു വളരുന്ന പുഴുക്കളിൽ നിന്നെടുക്കുന്ന പട്ടാണ്. ആസാമിൽ ആവണക്കിൻ്റെ ഇല തിന്നു വളരുന്ന പുഴുക്കളിൽ നിന്ന് നിർമ്മിക്കുന്ന പട്ടിൻ്റെ പേരാണ് ബിസസ്. മുറിഞ്ഞ നൂലുകൊണ്ടുള്ള പട്ടിന് പറയുന്ന പേരെന്താണ്? സ്പൺ സിൽക്ക്. പട്ടിനെ ആൽക്കലിയുമായി പ്രവർത്തിപ്പിച്ച് ഉണ്ടാക്കുന്ന തുണി ഏതാണ്? ക്രേപ്പ്. അടുത്തതായി പട്ടിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പട്ടിൻ്റെ പ്രത്യേകതകളാണ് താഴെ കൊടുത്തിരിക്കുന്നവ. ഒന്നാമതായി ഉറപ്പുള്ള നാരുകളാണ്. ഉറപ്പുള്ള നാരുകളായതുകൊണ്ടാണ് ഇവ കൊണ്ട് നൂലുകൾ നിർമ്മിക്കുന്നുണ്ട്, സിൽക്ക് ത്രെഡുകൾ നിർമ്മിക്കുന്നുണ്ട്. 2, ഇലാസ്തികമാണ്. പട്ട് തുണികൾ ഇലാസ്തികമാണ്. അതുപോലെ മൃദുവാണ്. പട്ട് തുണികൾ കയ്യിലെടുക്കുമ്പം തന്നെ നമുക്കത് മനസ്സിലാവും, വളരെ മൃദുവായ തുണികളാണ്. ഇവയ്ക്ക് തിളക്കമുണ്ട്. എന്നാൽ കൃത്രിമ പട്ടിനേക്കാളും ഇവയ്ക്ക് തിളക്കം കുറവായിരിക്കും. പട്ട് തുണികളിൽ ചുളിവുകൾ വീഴുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ വിശേഷ വസ്ത്രമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. കീടങ്ങൾ തിന്ന് നശിപ്പിക്കാൻ സാധ്യത കൂടുതലാണ് പട്ടുതുണികളിൽ. അത് പ്രകൃതിദത്ത നാരുകളാൽ നിർമ്മിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ. വെള്ളത്തിൽ അല്പം ചുരുങ്ങുന്നു. പട്ടുതുണികൾ വെള്ളത്തിലിട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ചെറിയ രീതിയിൽ ചുളിവുണ്ടാവും. ഈർപ്പം വലിച്ചെടുക്കാൻ പട്ടുതുണിക്ക് കഴിവുണ്ട്. പട്ടുതുണി കത്തിക്കുമ്പോൾ കമ്പിളി കത്തുന്ന ഒരു മണം അനുഭവപ്പെടും. പട്ടുതുണി ആസിഡിൽ മുക്കി വെച്ച് കഴിഞ്ഞാൽ അത് അലിയും. പട്ടുതുണി ആൽക്കലിയിലാണ് മുക്കി വെക്കുന്നതെങ്കിൽ അത് ചുരുങ്ങാൻ തുടങ്ങും. എല്ലാ കാലാവസ്ഥയ്ക്കും അനുയോജ്യമായ വസ്ത്രമാണ് പട്ടുതുണി. അതുപോലെ തന്നെ ചായം പിടിപ്പിക്കാൻ വളരെ എളുപ്പമാണ്. അതിവിടെ സൂചിപ്പിച്ചിട്ടില്ല, നോട്ട് ദ പോയിന്റ്. അടുത്ത് നമ്മൾ പഠിക്കുന്നത് കൃത്രിമ പട്ടിനെ കുറിച്ചാണ്. അതിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണെന്ന്. ഇത് മനുഷ്യനിർമ്മിത പട്ടുകളാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ തണുപ്പ് കാലങ്ങളിൽ
കൂടുതൽ തണുപ്പും ചൂട് കാലങ്ങളിൽ കൂടുതൽ ചൂടും അനുഭവപ്പെടും ഇത് ധരിക്കുമ്പോൾ. കൂടുതൽ തിളക്കമുണ്ടായിരിക്കും. അതായത് ഒറിജിനൽ പട്ടുതുണിക്ക് തിളക്കം കുറവായിരിക്കും, കൃത്രിമ പട്ടുതുണിക്ക് തിളക്കം അതിനേക്കാളും കൂടുതലായിരിക്കും. മുറിക്കാനും തയ്ക്കാനും വളരെ പ്രയാസമായിരിക്കും. അതുപോലെ തന്നെ ഇവ എളുപ്പത്തിൽ ചുളിവ് വീഴുന്നവയായിരിക്കും. കൃത്രിമ പട്ടുതുണിയിൽ പെട്ടെന്ന് ചുളിവുകൾ വീഴും. മുറിക്കുമ്പോൾ നൂലുകൾ ഇളകിപ്പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ ഇവ എളുപ്പത്തിൽ ഇസ്തിരി ഇടാൻ സാധിക്കുന്നു. അതുപോലെ കയ്യിലെടുക്കുമ്പോൾ വഴുതിപ്പോകാൻ സാധ്യതയുണ്ട്. ഇനി നോക്കിയാൽ ചെറിയ ശബ്ദമുണ്ടാവുന്നു. കത്തിച്ചാൽ പെട്ടെന്ന് കത്തുന്നു. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ.